ഹായ് ഗൈസ്, അപ്പം നാളെ എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അമ്മേൻ്റെ മുന്നിൽ തന്നെ സെറ്റ് ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെറിയൊരു പ്ലാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊന്നല്ല, നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കാണാത്ത രീതിയിൽ. അപ്പം അത് നമ്മൾ 12 മണിക്ക് എണീച്ചിട്ട് കൊടുക്കും. അപ്പം ഞാൻ കാണിച്ചു തരാവേ. കേസ് നമുക്ക് മുകളിലോട്ട് പോവാം. ചെറിയൊരു ഡൗട്ട് പുള്ളിക്കാരത്തേക്ക് അടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. എന്താ കള്ളത്തരമില്ലെന്ന് എനിക്കിങ്ങനെ ചിരി വരുന്നുണ്ട്. എന്തോ കള്ളത്തരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇപ്പൊ ഗൈസ് ബർത്ത്ഡേ ഗേള് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും അറിയാമെന്നെല്ലാം നോക്കാം. ബാക്കി ഞാൻ രാവിലെ എണീച്ചിട്ട് 12 മണിക്ക് എണീച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. എനിക്കറിയില്ല അമ്മ ദേഷ്യം വെക്കുമെന്നൊന്നും, കാരണം 12 മണിക്ക് എണീക്കുമ്പോൾ ഉറക്കം പോവല്ലോ. എന്തായാലും എനിക്കറിയില്ല, നോക്കാം. ഞാൻ കാണിച്ചു തരാം റിയാക്ഷൻ. ഗൈസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് നമ്മൾ സാധനം കൊടുത്തു. അപ്പം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ഇങ്ങനെയുണ്ട്, ഇഷ്ടമായ പിറന്നാൾ കുട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റ് രസമുണ്ടാ? ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇത് ലൂസല്ലേ? മാറ്റി നമ്മൾ കൊടുത്തത് ആ ഒരു ഡ്രസ്സായിരുന്നു. പക്ഷെ അമ്മക്കത് ഭയങ്കര ലൂസാണ്. പിന്നെ ഇപ്പോൾ രസമില്ല കേട്ടോ. അതെന്തായാലും മാറ്റിയെടുക്കും നമ്മൾ. അപ്പം നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് വേറെ വീഡിയോ ഇടാവേ. അപ്പം എന്തായാലും ബർത്ത്ഡേ അടിപൊളിയിട്ടുണ്ട്. രാത്രി എണീച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, മുട്ടായി എടുത്തു, എല്ലാം പൊട്ടിച്ചു കഴിച്ചു. അടിപൊളിയായിരുന്നു. എന്തായാലും പൊളി, നല്ല രസമുണ്ട്. ബൈ ബൈ.